ബ്ലാസ്റ്റ് എന്ന സിനിമയുടെ കഴിഞ്ഞ 16 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം. അതിനു മുമ്പ് ഷെല്ലാതെ കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ചാനൽ ബ്ലാസ്റ്റ്. നമ്മുടെ അർജുൻ സർജ, പ്രീതി മുകുന്ദൻ എന്നിവർ അഭിനയിച്ച തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. AG സിനിമൻസ് ആണ് സിനിമ നിർമ്മിച്ചത്. വെറും 18 കോടി ബഡ്ജറ്റിലാണ് സിനിമ നിർമ്മിച്ചത്. സിനിമയ്ക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയ ഒരു കളക്ഷൻ തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്ന സിനിമ ബോക്സ് ഓഫീസില്. എന്തായാലും പടം ഒരു ആക്ഷൻ ഫ്ലിക്ക് ആയതുകൊണ്ട് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കിലൊക്കെ സിനിമയ്ക്ക് നല്ലപോലെ വർക്ക് ആയിട്ടുണ്ട് ഓഡിയൻസില്. എന്തായാലും കേരളത്തിലെ സിനിമ മൂന്നാമത്തെ ആഴ്ചയായിട്ട് പോലും സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് കാണാൻ സാധിക്കുന്നുണ്ട് പുതിയ സിനിമകൾക്കിടയിൽ പോലും. അത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ഇടയിൽ പോലും. സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ വെള്ളിയാഴ്ച കളക്ഷൻ ആയിട്ട് 34.15 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസ്. ടോട്ടൽ അങ്ങനെ 16 ദിവസം കൊണ്ട് കേരള എന്ന സിനിമയ്ക്ക് 13.73 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാടിന്റെ സിനിമയ്ക്ക് 16 ദിവസം കൊണ്ട് 25.71 ലക്ഷമാണ് ബോക്സ് ഓഫീസ്. ഇനി തെലുങ്കിലെ കളക്ഷൻ തന്നെയാണ്. തെലുങ്കിലെ സിനിമയ്ക്ക് 8.32 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കർണാടക സിനിമയ്ക്ക് 4.48 ലക്ഷമാണ്. പിന്നെ മറ്റിടങ്ങളിൽ സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് 20 ലക്ഷം കാണുന്നുണ്ട്. സിനിമ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ മാത്രം 52.44 ലക്ഷമാണ്. ഇനി സിനിമയുടെ വിദേശത്തെ കളക്ഷൻ തന്നെയാണ്. സിനിമയ്ക്ക് വിദേശത്ത് അപ്രോക്സിമേറ്റ് ആയിട്ട് 13.80 ലക്ഷമാണ് ബോക്സ് ഓഫീസ്. സിനിമയ്ക്ക് ഓവർസീസിലും നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 14 കോടിയോട്ടാണ് സിനിമ പോകുന്നത് ഓവർസീസ്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് 66.24 ലക്ഷമാണ് ബോക്സ് ഓഫീസ്. പടത്തിന്റെ തമിഴും തെലുങ്കും പകർപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തമിഴ് പകർപ്പ് തന്നെയാണ് സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ. 43.38 ലക്ഷം. തെലുങ്ക് പകർപ്പ് 9.6 ലക്ഷമാണ്. പടത്തിന്റെ വേൾഡ് വൈഡ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ നിലവില് 16 ദിവസം കൊണ്ട് 30.36 ലക്ഷമാണ്. സിനിമയുടെ ബഡ്ജറ്റ് റിക്കവറി പരിശോധിക്കുകയാണെങ്കിൽ 168% കാണാൻ സാധിക്കും. തിയേറ്ററിക്കൽ റിക്കവറി 337% കാണാൻ സാധിക്കും. പടത്തിന്റെ തിയേറ്ററിക്കൽ വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് പറയാൻ പോയത്, വരുമാനമല്ല പ്രോഫിറ്റ് 21.36 ലക്ഷമാണ് സിനിമയ്ക്ക് തിയേറ്ററിക്കൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ മെഗാ ബ്ലോക്ക് ബസ്റ്റർ റണ്ണിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാമത്തെ ആഴ്ചയിലോട്ടും. സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്തായാലും നമ്മുടെ കെന്ന് നായകനായ നമ്മുടെ യൂത്ത് എന്ന സിനിമയിൽ കളക്ഷൻ തകർക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഒരു 75 കോടിയിലോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ്. നിലവിൽ നെറ്റ്ഫ്ലിക്സ് ഇതുവരെയായിട്ടും പടത്തിന്റെ ഒഫീഷ്യലായ OTT റിലീസ് ഡേറ്റ് പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ജൂൺ മാസം ലാസ്റ്റ് വീക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് പടത്തിന്റെ OTT റിലീസ്. എന്തായാലും കാത്തിരിക്കുന്നേ ചെയ്യാൻ നമുക്ക് വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റ് എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസിലായിട്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാണ്. നല്ലൊരു കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കുന്നേ ചെയ്യാൻ നമുക്ക്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക.